بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله سيدنا محمد وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا صدق الله وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم إن من عباد الله من لو أقسم على الله لأبره صدق رسول الله صلى الله عليه وسلم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يقول الحمد منفردا للواحد الفرد لم يولد ولم يلد يا من تفجرت الأنهار نابعة من إصبعيه فروى الجيش بالمدد إني وإن سامني ضيم يروعني وقول يا سيد السادات يا سندي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ മഹാന്മാരായ ഉലമാക്കൾ എന്റെ കരളിന്റെ കഷ്ടങ്ങളായ മുതഅല്ലിമുകൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്റെ ശബ്ദം ദൂരെ നിന്ന് കേൾക്കുന്ന സഹോദരികൾ മാന്യ സുഹൃത്തുക്കളെ മൻശഉ തസ്കിയത്തിന്റെ വാർഷിക മഹാസമ്മേളനം അൽഹംദുലില്ലാഹ് ഓരോ വർഷവും പുരോഗമിച്ചു വരികയാണ്. അല്ലാഹുവിന്റെ സ്തുതി. ബഹിഷ്കരിക്കുന്നവരും എതിർക്കുന്നവരും നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരും എല്ലാം എവിടുന്നോ ഒക്കെ വരാൻ ഉദ്ദേശിച്ചുവെങ്കിലും അല്ലാഹു അവർക്കൊന്നും ഉദവി കൊടുക്കാൻ ഈ മഹത്തായ സ്ഥാപനം ബഹുമാനപ്പെട്ട സയ്യിദ് ളിയാഉൽ മുസ്തഫ
തങ്ങളുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചു വരികയാണ്. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. ഈ സമയത്ത് നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഇസ്ലാം ഇവിടെ എങ്ങനെ ഉണ്ടായി, എങ്ങനെ ഇസ്ലാം വളർന്നു, ഒരല്പസമയം നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുക, ഗ്രഹിക്കുക. മുസ്ലിം സമുദായം ഭീകരന്മാരാണെന്നും തീവ്രവാദികളാണെന്നും പറഞ്ഞു നടക്കുന്നവർ ഉണ്ട്. എവിടെയെങ്കിലും ഒരു പടക്കം പൊട്ടിയാൽ അതിന്റെ തൊട്ടടുത്ത് മുസ്ലിം ഉണ്ടായിരുന്നുവെങ്കിൽ ബോംബ് ഉണ്ടാക്കുമ്പോൾ പൊട്ടിയതാണെന്ന് പറയുകയും വലിയ ബോംബ് തന്നെ മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൊട്ടിയാൽ അത് മറിച്ചു പറയുകയും ചെയ്യാൻ ശ്രമിക്കുന്നവരും ഇവിടെയുണ്ട്. മുസ്ലിത്തെ ഭീകരതയിലേക്ക് ചേർക്കുന്നവർ ഉണ്ട്. അത്തരക്കാർ ഗ്രഹിക്കാൻ വേണ്ടി, അവർക്ക് നാം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് വളരെ ചുരുങ്ങിയ നിലയിൽ സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇസ്ലാം ഇവിടെ മുഅ്ജിസത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും ആണ്. അതെന്താണ് മുഅ്ജിസത്ത്, എന്താണ് കറാമത്ത്, അതെങ്ങനെ വളർന്നു എന്ന് അല്ലാഹ് അടുത്ത ദിവസം നമ്മുടെ കണ്ണൂരിൽ എന്നായിരുന്നത് 30-ാം തീയതി നടക്കുന്ന അതിഗംഭീര സമ്മേളനത്തിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ പ്രസംഗിക്കും. അതിന്റെ വിശദമായ ഭാഗത്തേക്ക് കടക്കുന്നില്ല. മൊത്തത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ആയത് മുഅ്ജിസത്ത് കൊണ്ട് കറാമത്ത് കൊണ്ടും മാത്രമാണ്. കൊടുത്ത് ആളുകളെ ചേർത്തിയതല്ല, പ്രകോപനത്തിലൂടെ ചേർത്തിയതല്ല, പ്രലോഭനത്തിലൂടെ ചേർത്തിയതല്ല. ഇസ്ലാം ഇവിടെ പ്രചരിച്ചത് ഉണ്ട്. പിന്നീട് കറാമത്തുകൾ കൊണ്ട്. കറാമത്ത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്ന് മക്കയിൽ എത്തുക, തയ്യുൽ മസാഫത്ത് എന്ന് പറയുന്നത് വഴിദൂരം ചുരുക്കി കൊടുക്കൽ, ഇത് മാത്രമല്ല കറാമത്ത്. കറാമത്ത് അല്ലാഹു തആല അവന്റെ അടിമകളിൽ അഹ്ലു ബൈത്തിനും ഉലമാഇനുമെല്ലാം കൊടുക്കും. കൊടുക്കുന്ന കറാമത്താണ് യഥാർത്ഥത്തിൽ വലിയ കറാമത്ത്. ഉദാഹരണത്തിന് ഈ മനുഷ്യർ തന്നെ ഇവിടെ എത്ര അധികം കുട്ടികൾ പഠിക്കുന്നു. സ്കൂളിൽ ധാരാളം കുട്ടികൾ പഠിക്കുന്നു, കോളേജിൽ പഠിക്കുന്നു, ശരീഅത്ത് കോളേജിൽ പഠിക്കുന്നു, വിവിധങ്ങളായ അറിവുകൾ പഠിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിലെ ഓരോ രക്ഷിതാവിനും ഇങ്ങനെയുള്ള ഒരു പഠന കേന്ദ്രം ഉണ്ടാക്കാൻ സാധിക്കുമോ
ഒരിക്കലും സാധിക്കുകയില്ല. നേരെ മറിച്ച് ഒരു സയ്യിദിനെ അല്ലാഹു തആല കൊണ്ട് മുമ്പിൽ നിർത്തി ഇയാൾ അങ്ങോട്ട് പോകുന്നു. പ്രസംഗിക്കുമ്പോൾ അതിലങ്ങ് നടക്കല്ല. ഒരു സയ്യിദ് അവറുകളെ അല്ലാഹു തആല നിശ്ചയിച്ചു, ഹാമിദ് തങ്ങളെ നിശ്ചയിച്ചു. എന്ത് ആളുകൾ ആക്ഷേപിച്ചാലും എന്ത് കുറ്റം പറഞ്ഞാലും അതൊന്നും ചെവിക്കൊള്ളാതെ മക്കളെ നിങ്ങൾ വരി, നമുക്കിത് നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ഹൈറിലേക്ക് വിളിച്ച് ഓരോ കൊല്ലവും ഉണ്ടാവും ചെറിയ ഒരു ഭൂമി വാങ്ങൽ. അങ്ങനെയാണ് അതിന് സ്വഭാവം. 38 കൊല്ലമായിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് മർക്കത്ത് തക്കാഫത്ത് സുന്നിയയിൽ. ഇന്ന് 25,000 കുട്ടികൾ പഠിക്കുന്ന ആ സ്ഥാപനത്തിൽ ഞാൻ ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിന്റെ കൂടെ 1-2 സ്ഥലങ്ങൾ കിട്ടിയിട്ടില്ല, തന്നിട്ടില്ല. 300 രൂപ സെന്റിന് കൊടുത്തിട്ട് വാങ്ങിയ സ്ഥലം ഇന്ന് 30 ലക്ഷം ചോദിക്കുന്നത്. നമ്മളെ കൊണ്ടാണ് അവിടെ ആളുണ്ടായത്. പറഞ്ഞിട്ട് എന്ത് ചെയ്യും? 300 രൂപക്ക് വാങ്ങിയ സ്ഥലം ഒരു സെന്റ്, അതിനിപ്പം 30 ലക്ഷം വേണമെന്ന് പറയുന്നത് അതുപോലത്തെ താല്പര്യം. നമ്മളെ കൊണ്ട് വാങ്ങാനാവില്ല. എന്നാലും സാധിക്കുന്ന സമയത്ത് വാങ്ങുക തന്നെ. ഇതിന്റെ നടുവില് ഇങ്ങനെ ഒരു ഘട്ടം കിടന്നാൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ് എന്ന നിലക്ക് വലിയ വില കൊടുത്ത് വാങ്ങും. അത് കണ്ടിട്ട് അവർ പിന്നെയും പിന്നെയും വിൽക്കാതെ നിൽക്കും. ഏതായാലും വാങ്ങാതെ നിൽക്കൂല. നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി ജനങ്ങളോട് പറഞ്ഞു കൊടുത്ത് അത് വാങ്ങിക്കൊണ്ടേയിരിക്കും. അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾക്ക് ഓരോ കൊല്ലവും നിങ്ങളുടെ മുമ്പിൽ ഒരു പദ്ധതി വെക്കാനുണ്ടാവും. ഈ വർഷം വലിയ പദ്ധതിയാണ്. ഒരു സെന്റിന് 2 ലക്ഷം രൂപയുള്ള 50-ഓളം സെന്റ്. 50ഓളം എന്ന് പറഞ്ഞാലാണ് 49 സെന്റ്, 1/2 ഏക്കർ സ്ഥലം. ഒരു സെന്റിന് 2 ലക്ഷം. ഇതൊരു കറാമത്താണ്. നിങ്ങൾ തമാശയായി കാണരുത്. ഇങ്ങനെ ഒരാൾ പറയാനില്ലെങ്കിൽ മക്കളെ ഇവിടെ 2 സെന്റ് സ്ഥലം തരണം, 1/2 സെന്റിന്റെ കാശ് തരണം, 1 സെന്റിന്റെ കാശ് തരണം, നമുക്കിത് വലുതാക്കണം എന്ന് പറയാൻ ഒരു വാക്കിന് വിലയുള്ള വിശ്വസ്തതയുള്ള ഒരു വ്യക്തി ഇല്ലെങ്കിൽ ആരാണ് ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുക? അപ്പോൾ അല്ലാഹു തആല ഒരാളെ അതിന് തെരഞ്ഞെടുത്ത് ആ വ്യക്തിയെ കൊണ്ട് പ്രവർത്തനം നടത്തി. കുറച്ചങ്ങോട്ട് പോകുമ്പോ അൽബക്കറിലേക്ക് ചെല്ലുമ്പോ ബഹുമാനപ്പെട്ട KP ഹംദ ഉസ്താദ്, അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവിടെ ചെല്ലുമ്പോ അവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോ മർഹൂം നൂറുൽ ഉലമ MA ഉസ്താദ്, അല്ലാഹു തആല അവരുടെ ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ, ഖബറിനെ വെളുത്തമാക്കി കൊടുക്കട്ടെ. അങ്ങനെ അല്ലാഹു തആല സയ്യിദന്മാരെ കൊണ്ടും ആലിമീങ്ങളെ കൊണ്ടും ഖാദിമീങ്ങളാക്കി അവരെ വെച്ചുകൊണ്ട് ദീനിവിടെ നിലനിർത്തുന്നു. നിങ്ങളെ കൊണ്ട് ഒരു വ്യക്തിയെ കൊണ്ട് സാധിക്കുമോ? ഇത് സാധിക്കില്ല. പക്ഷേ എല്ലാ വ്യക്തികളും സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നു. വലിയ സംഖ്യയും ചെറിയ സംഖ്യയും ഒന്നുമില്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിന്റെ ദീൻ ഇവിടെ വളരുകയാണ്. ബഹുമാനപ്പെട്ട നിങ്ങൾ കറാമത്ത് എന്ന് പറഞ്ഞാൽ ആകാശത്തിലൂടെ പറക്കലും വെള്ളത്തിലൂടെ നടക്കലും ചത്തജഗത്തിലെ ജീവനിടിക്കലും മാത്രമല്ല, അത് കറാമത്ത് കൊണ്ട് ഉണ്ടാകും. ബഹുമാനപ്പെട്ട ഔസുൽ അസ്ം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എല്ലാം അങ്ങനത്തെ 100 കണക്കിന് കറാമത്തുകൾ ഉണ്ട്. പക്ഷേ അങ്ങനെ വെള്ളത്തിലൂടെ നടക്കലോ ആകാശത്തിലൂടെ പറക്കലോ മരിച്ചവരെ ഹയാത്താക്കലോ മാത്രമല്ല,
കറാമത്ത്, ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ കറാമത്ത് എന്താണ്? അയിമ്മത്ത് മുജ്തഹിദുകൾ 4 ഇമാമിങ്ങളുടെ കറാമത്ത് എന്താണ്? അവരിൽ നിന്ന് ഇങ്ങനെയുള്ള കറാമത്ത് കുറച്ചേ കാണുള്ളൂ, ഉണ്ട്, പക്ഷേ അത് കുറവാണ്. അതേ സമയത്ത് അവർ ഇൽമിനെ ഇവിടെ എഴുതി വെച്ചു, ഇൽമിനെ രേഖപ്പെടുത്തി വെച്ചു. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ആരാണ് അഹ്മദ് ഇബ്നു ഹംബൽ? 10 ലക്ഷം ഹദീസ്, അതിന്റെ പദങ്ങളും അതിന്റെ റിപ്പോർട്ടർമാരുടെ പേരും ചരിത്രവും എല്ലാം കാണാതെ പഠിച്ച മുജ്തഹിദായ പ്രഗൽഭ പണ്ഡിതനാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. എത്ര? 10 ലക്ഷം ഹദീസ് കാണാതെ പഠിച്ചു, അതിന്റെ റിപ്പോർട്ടർമാരെ പഠിച്ചു, ചരിത്രം പഠിച്ചു, മറ്റെല്ലാ അറിവുകളും ധാരാളം സമ്പാദിച്ചു. അങ്ങനത്തെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ പറയുന്നു, എനിക്ക് 10 ലക്ഷം ഹദീസിൽ നിന്ന് കിട്ടിയ അറിവും എന്റെ ബഹുമാനപ്പെട്ട ഗുരുവര്യരായ എന്റെ ശൈഖും ഉസ്താദുമായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് 100 ഹദീസിൽ നിന്ന് കിട്ടുന്ന അറിവും കൂടി നോക്കിയാൽ എന്റെ അറിവ് 10 ലക്ഷത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് ഷാഫിഈ ഇമാമിന്റെ 100 ഹദീസിനോടുള്ള സമമാവുകയില്ല. അത്രയും വലിയ ആലിമാണ് എന്റെ ശൈഖായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലുണ്ടായ 2 സംഭവം, ആ 2 സംഭവം കൂടെ ചേർത്തിയാൽ ആരാണ് പറയുന്നത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അൽ ഹഖ് യന്തഖു അലാ ലിസാനി ഉമർ. ഉമറിന്റെ നാവിലൂടെ സത്യം മാത്രമേ വരികയുള്ളൂ എന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രഖ്യാപിച്ചിട്ടുള്ള അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ജീവിതം മുഴുവനും ഞാൻ ചെയ്ത അമലും എന്റെ പ്രവൃത്തിയും മുഴുവനും കൂടി നോക്കിയാൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലുണ്ടായ 2 സംഭവത്തിനോട് തുല്യമല്ല. 2-1 ഇപ്പൊ പറഞ്ഞുതരാം, 1 ഇൻഷാ അല്ലാഹ് കണ്ണൂര് വെച്ച് പറയും. നിങ്ങൾ ഓർമ്മയാക്കണം, മറന്നുപോയെങ്കിൽ. ഷാഫി ഇമാമിന്റെ കഥയിലേക്ക് ഞാൻ അങ്ങോട്ട് വരൂ. അതിന്റെ ഇടക്ക് ഇത് ഓർമ്മയിൽ വന്നതാ. ബഹുമാനപ്പെട്ട അബൂ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഹിജ്റ പോകുമ്പോൾ കൂടെയുണ്ടായിരുന്നത്. 2 പേരും ഒരു വീട്ടിൽ കിടക്കുകയാണ്. ആ സമയത്താണ് മുശ്രിക്കുകൾ വന്ന് വളഞ്ഞു. മുഹമ്മദും അബൂബക്കറും കൂടി ഇപ്പോൾ പോകും, അതുകൊണ്ട് അവരെ കൊല്ലണം എന്ന തീരുമാനം വെച്ചുകൊണ്ട് വീട് വളയുകയുണ്ടായി. ആ സമയത്താണ് അള്ളാഹുവിന്റെ കൽപ്പന, വാതിൽ തുറക്കും നബിയെ. ഒരു പിടി മണ്ണ് വാരിയിട്ട് അതിൽ ഏതാനും ആയത്തുകൾ ഓതിയിട്ട് ഒരേറ് കൊടുക്കണം. അവരെ തലയിലെല്ലാം പോയി വീണു. ആ ആളുകൾ മുഴുവനും ഉറങ്ങിപ്പോയി. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون എന്ന ആയത്തോതി മണ്ണിലേക്ക് ഇങ്ങനെ ഊതിയിട്ട് ആ മണ്ണ് കൊണ്ട് അങ്ങെറിഞ്ഞപ്പോൾ ചുറ്റുഭാഗത്തും ഇരിക്കുന്ന മുഴുവൻ മുശ്രിക്കിന്റെയും തലയിൽ പോയി വീണു. അവർ ഉറങ്ങിപ്പോയി. അവരറിയാതെ 2 പേരും അങ്ങ് പോയിട്ട് കുറച്ചങ്ങോട്ടെത്തിയപ്പോ ഒരൽപ്പം വിശ്രമിക്കാം, നമുക്ക് ഇവിടെ ഗാറ് സൗർ എന്ന് പറയുന്ന ഒരു ഗുഹയുണ്ട്, ആ ഗുഹയിൽ നമുക്ക് അല്പം വിശ്രമിക്കാം എന്ന് തീരുമാനിച്ചു 2 പേർ. 2 പേരും അവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ആ ഗുഹയുടെ അടുത്ത് ചെന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നു, തങ്ങൾ മഹലൻ യാ റസൂല, ഒരൽപ്പം കഴിയട്ടെ തങ്ങൾ, ഞാൻ ആ പൊത്തിലേക്കൊന്ന് കടന്നു അവിടെ പാമ്പുകളോ തേളുകളോ മറ്റു വല്ല വസ്തുക്കളും ഉണ്ടോ എന്ന് പരിശോധിക്കട്ടെ. അങ്ങനെ കടന്നു. അതിലുള്ള എല്ലാ ഓട്ടകളും അടച്ചു. പാമ്പും തേളുമെല്ലാം ഉള്ളിലേക്ക് വരാൻ പറ്റിയ ദ്വാരങ്ങൾ അത് മുഴുവനും അടച്ചു. തട്ടം വലിച്ചു കീറിയിട്ട് 2 ദ്വാരം ബാക്കിയായി. അത് സാരല്ല, 2 കാലുകൊണ്ട് നടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, വരൂ നബിയെ. അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് കടന്നു. ഉള്ളിലേക്ക് കടന്നിട്ട് 2 കാല് 2 ദ്വാരത്തിന്റെ നേരെ വെച്ചു കൊടുത്തു, അടച്ചു പിടിച്ചു. പാമ്പ് വന്നാൽ എന്റെ കാലിന് കൊത്തിക്കോട്ടെ, അല്ലാഹുവിന്റെ ഹബീബിനെ കൊത്താൻ പാടില്ല എന്ന നിലക്ക് കാല് വെച്ചു കൊടുത്തു. നബി തങ്ങളോട് പറഞ്ഞു, തങ്ങൾ അല്പം വിശ്രമിക്കുക, എന്റെ മടിയിലേക്ക് തലവെച്ചിട്ട് തങ്ങൾക്ക് അല്പം ഉറങ്ങാം. 2 പേര് കൂടി അവിടെ ഇരിക്കുന്ന സമയത്താണ് ശത്രുക്കൾ വരുന്നു. ഇങ്ങനെ വാളും കുരുക്കിട്ട് കിടുകിടുകിട് വന്നിട്ട് മേൽഭാഗത്തുകൂടെ വരുന്നു. ഈ ഗുഹയുടെ മേൽഭാഗത്ത് വലിയ ഓട്ടയുണ്ട്. ആ ഓട്ടയിൽ കൂടെ അവർ താഴോട്ട് നോക്കിയാൽ ഈ ഗുഹയിലുള്ള ആളുകളെ കാണും. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാലും കാണും. അതാ നബിയെ, ശത്രുക്കൾ വരുന്നു, അവരെ കാലുമേക്ക് ഒന്ന് അവർ നോക്കിയാൽ മതി, നമ്മളവർ കാണുമല്ലോ എന്ന് പറഞ്ഞപ്പോ, നീ ഭയപ്പെടണ്ട, അവിടെ ഇരുന്നോന്ന് പറഞ്ഞു. പിന്നെയും പറഞ്ഞു, നബിയേ, ശത്രുക്കളത വരുന്നു. ആ സമയത്ത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉൻദുർ ഇലാ വറായിക യാ അബൂബക്കർ, നിന്റെ പിന്നിലേക്കൊന്ന് നോക്കൂ അബൂബക്കർ സിദ്ദീഖ്. അതാ പിന്നിലേക്ക് നോക്കിയപ്പോൾ അവിടെ വലിയ ഒരു കപ്പൽ, കടലും ഉണ്ട്. ആ കടലിൽ ഇങ്ങനെ കപ്പൽ റെഡിയായി നിൽക്കുന്നു. അബൂബക്കർ സിദ്ദീഖ്, ശത്രുക്കൾ ഇതിനെ വന്നാൽ നമുക്ക് അതിനെ അങ്ങ് പോകാം, ആ കപ്പലിൽ കയറി അങ്ങ് പോകാം, നീ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. കപ്പൽ കാണിച്ചു കൊടുത്തു. പക്ഷേ ശത്രുക്കളും ഇങ്ങനെ തെരഞ്ഞു ഈ ഗുഹയിൽ ഒരു പക്ഷേ ഉണ്ടായിരിക്കുമെന്ന് കരുതി അവര് വന്നു നോക്കുമ്പോൾ അതാ ഗുഹയുടെ മുൻഭാഗത്ത് മുഴുവനും 8 കാലി വല നിറഞ്ഞു കിടക്കുന്നു, മണ്ണാത്തൻ വല നിറഞ്ഞു കിടക്കുന്നു. പ്രാവുകൾ വന്നിട്ട് അതിന്റെ മുൻഭാഗത്ത് ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും കണ്ടപ്പോൾ അതായി മാമ്പൂസേരി തങ്ങൾ പറഞ്ഞതുപോലെ ലന്നുൽ ഹമാമ വലന്നുൽ അൻകബൂത അലാ ഖൈറിൽ ബരിയതി ലം തുൻസദ് വലം തഹമി. ആ പ്രാവിനെയും 8 കാല് വലയെയും കണ്ടപ്പോൾ ഇവിടെ ആരും ഇല്ലെന്ന് അവർ മനസ്സിലാക്കുകയും അവർ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ശത്രുക്കൾ പോയി. ഇത് ഉറപ്പായപ്പോ ഇനി അവിടുന്ന് ഇങ്ങോട്ട് പോരണ്ടേ, അതിന് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ദാഹമുണ്ടല്ലോ നബിയെ, ഒരല്പം വെള്ളം കിട്ടാൻ എന്ത് മാർഗം, വല്ലാത്ത ദാഹം. അതാ അവിടെ പോയിട്ട് ആ ഭാഗത്തൊക്കെ പോയിക്കോ, പൊത്തിന്റെ ഉള്ളില് അവിടെ വെള്ളമുണ്ടാകും എന്ന് പറഞ്ഞു കൊടുത്തു. അവിടെ ചെന്ന് നോക്കുമ്പോൾ നല്ല വെള്ളം. ആ വെള്ളത്തിൽ നിന്ന് മുക്കി കുടിച്ച് വയറ് നിറച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നപ്പോൾ അശരിബ്ത യാ അബൂബക്കർ, നീ കുടിച്ചോ അബൂബക്കർ സിദ്ദീഖ്? ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു, ശരിബ്തു മാഅൻ അബിയള മിനൽ ലബനി വഅഹ്ലാ മിനൽ അസൽ, തേനിനേക്കാൾ മധുരമുള്ളതും പാലിനേക്കാൾ വെളുത്തതുമായ വെള്ളം എനിക്കവിടുന്ന് കിട്ടി നബിയേ. ആ സമയത്ത് പറഞ്ഞു, അന്ത ഉലുൽ ഫളൽ, നീ ഉലുൽ ഫളലാണല്ലോ, വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും എന്ന് ഖുർആൻ ആയത്ത് ഇറക്കിയിട്ടുള്ള ഉലുൽ ഫളലാണ് നീ,
നിനക്കത് കിട്ടാതിരിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞു റസൂലുള്ളാഹിന്റെ മറ്റൊരു മുഅ്ജിസത്ത് കണ്ടോ നിങ്ങൾ? മറ്റൊരു മുഅ്ജിസത്ത് കണ്ടോ നിങ്ങൾ? അങ്ങനെ അവിടെ നിന്നിങ്ങോട്ട് കടന്നിട്ട് ഇനി നമുക്ക് രണ്ടുപേർക്കും പോകാം എന്ന് പറഞ്ഞ് ആ പൊത്തിൽ നിന്നിങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി കാലെടുത്തപ്പോൾ അത വരുന്നു വലിയ സർപ്പം പൊത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നു. നേരത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൊത്തി ശരീരത്തിലൊട്ടാകെ വിഷം കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പിനീർ കൊണ്ട് തൊട്ടപ്പോൾ ആ വിഷം ഇറങ്ങിപ്പോയി. അങ്ങനെയുള്ള ആ ഗുഹയിൽ നിന്ന് ഇങ്ങോട്ടത് കടന്നു വരുന്ന വലിയ ഒരു സർപ്പം അറബി ഭാഷയിൽ ഈ പാമ്പ് സംസാരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അല്ലയോ അബൂബക്കർ സിദ്ദീഖ്, ഒരുപാട് കാലമായി ഞാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണാനും അവിടുത്തെ ശരീരമൊന്ന് തൊടാനും കാത്തിരിക്കുകയായിരുന്നു. നിങ്ങളെന്തിനാണ് നിങ്ങളെ കാല് വെച്ചുകൊണ്ട് എന്നെ അതിൽ നിന്ന് തടഞ്ഞത്? അതുകൊണ്ടാണ് ഞാൻ കാലിന് കൊത്തിയിട്ടുള്ളത്. എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞുകൊണ്ട് പാമ്പ് സംസാരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ മറ്റൊരു മുഅ്ജിസത്താണ്, അല്ലെങ്കിൽ സിദ്ദീഖ് തങ്ങളുടെ കറാമത്താണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സംഭവത്തെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞത്, അബൂബക്കർ സിദ്ദീഖിന്റെ ക്ഷമയും അബൂബക്കർ സിദ്ദീഖിന്റെ ഹിക്മത്തും അവിടുത്തെ വലിയ അങ്ങേയറ്റത്തെ ക്ഷമയും അവിടുത്തെ ബുദ്ധിയും എല്ലാം ഉപയോഗിച്ച ആ വലിയ സംഭവത്തോട് എന്റെ ജീവിതത്തിലുള്ളത് മുഴുവനും കൂടി നോക്കിയാൽ സമമാവുകയില്ല. മറ്റൊരു സംഭവം കൂടിയുണ്ട്, ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. മാന്യ സഹോദരങ്ങളെ, അങ്ങനെ അതാണ് മുഅ്ജിസത്ത് കറാമത്തിന്റെ അവസ്ഥ. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞത്, ഷാഫി ഇമാമിന്റെ ഒരു രാത്രിയത്തെ ഇബാദത്തും എന്റെ ഒരു കൊല്ലത്തെ ഇബാദത്തും കൂടിയാൽ ഷാഫി ഇമാമിന്റെ ഒരു രാത്രിയുള്ള ഇബാദത്താണ് വലിയ ഇബാദത്ത്. എനിക്ക് 100 ഷാഫി ഇമാമിന് 100 ഹദീസിൽ നിന്ന് കിട്ടുന്ന മസ്അലയും അറിവും എനിക്ക് 10 ലക്ഷം ഹദീസിൽ നിന്ന് കിട്ടുന്ന അറിവിനേക്കാൾ വലുതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. അവരുടെയൊക്കെ കറാമത്തുകൾ എന്താണ്? അവര് ദീൻ ഇവിടെ പഠിപ്പിച്ചു വെച്ചു, അവർ കിതാബുകൾ എഴുതി വെച്ചു, അവർ എഴുതിപ്പിച്ചു വെച്ചു. അവർ ദീൻ പഠിക്കാൻ ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾക്ക് പഠിക്കാനുള്ള മസ്അലകൾ ഇവിടെ രേഖപ്പെടുത്തി വെച്ചു. അതാണ് അവരെ കറാമത്ത്. അവര് ഇവിടെ കിതാബുകൾ എഴുതുകയും അവർ പഠിപ്പിക്കുകയും ചെയ്തിട്ടില്ല എന്നുവെങ്കിൽ ദീനുൽ ഇസ്ലാം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ആ കറാമത്തിന്റെ തുടർച്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ നമ്മളൊക്കെ അതിൽ കൂടിക്കൊടുക്കണം. ബഹുമാനപ്പെട്ട തങ്ങളവർകളെ ഒറ്റപ്പെടുത്തരുത്. എല്ലാവരും പൈസ കൊടുക്കണം ഭൂമി വാങ്ങാൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്ന് നമ്മുടെ നാട്ടിൽ രാജ്യത്ത് സ്ഥാപനങ്ങളുണ്ടാവണം, കോളേജുകളുണ്ടാവണം, പള്ളികളുണ്ടാവണം. നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ പഠിച്ച് വളർന്ന് എന്തെല്ലാം അറിവുകളാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഇപ്പൊ ബിസിനസ് തന്നെ കച്ചവടം പീടികയിലൊന്നും വേണ്ട ആവശ്യമല്ല, ഓൺലൈനിൽ കൂടെ കച്ചവടമായിപ്പോയി. ഇന്നോട് ഒരാൾ ചോദിച്ചു, നമ്മളെ മർക്കസ് അലുംനൈ വിദ്യാർത്ഥികൾ ഒരു വലിയ ഓൺലൈൻ ബിസിനസ് ഇതിന്റെ ക്ലാസ് എടുത്ത് അവിടെ ഇങ്ങനെ തുടങ്ങാൻ തീരുമാനിച്ചപ്പോ ഒരാളിനോട് ചോദിച്ചു, ഞങ്ങളെ വീടിയൊക്കെ പൂട്ടിപ്പോകുമോ? ഞങ്ങളെ വീടേ പൂട്ടിപ്പോകും, ഞങ്ങൾക്ക് ഓൺലൈന് പറഞ്ഞുകൂടാ ഡബിൾ ലൈന് പറഞ്ഞുകൂടാ. ഞങ്ങൾക്ക് ഈ സാധനം വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കുന്നതേ അറിയുള്ളൂ. അത് ഞാൻ പറഞ്ഞ അത് മുടങ്ങി പോകില്ല. അത് ഓൺലൈനാർ വേറെ, നിങ്ങൾ വേറെ, അങ്ങനെ എല്ലാവരെയും അള്ളാഹു തആല ഇവിടെ നിയന്ത്രിക്കും. ഒരാളെ കൊണ്ട് മറ്റാൾക്ക് തടസ്സം വരൂല എന്ന് ഞാൻ പറയുകയും ചെയ്തു.
അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സഹായിച്ചു കൊടുക്കണം, നമ്മൾ അതിനുവേണ്ടി ഉത്സാഹിക്കണം. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ണൂര് 30-ാം തീയതി നടക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ സമ്മേളനം, ആ സമ്മേളനത്തിൽ വെച്ച് സുദീർഘമായി ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. ഇന്ന് 2 വിഷയം ബാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? 2 വിഷയം ബാക്കി വെച്ചിട്ടില്ലേ? ഒന്ന് മുഅ്ജിസത്ത്, വലിയ മുഅ്ജിസത്ത്, മറ്റൊന്ന് ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞ 2 കാര്യത്തിലൊന്ന് മറന്നു പോകണ്ട ഇൻഷാ അല്ലാഹ്. ഈ പുരുഷന്മാര് മുഴുവൻ വരണം കണ്ണൂര് സമ്മേളനത്തിൽ. അത് വരാൻ വേണ്ടി നിർത്തിവെച്ചതല്ല, അത് നിർത്തിച്ചില്ലെങ്കിലും നിങ്ങൾ വരുമെന്ന് എനിക്കറിയാം. കുറച്ച് ചൂടുവെള്ളമുണ്ട്. കേപ്പി കുറച്ച് പൈസ വേണോ? ആരെങ്കിലും ഉണ്ടോ ഒരു സെന്റ് സ്ഥലം വാങ്ങിത്തരാൻ? ഞാനവിടെ ഇരിക്കാം, നിൽക്കണ്ട. ചില്ലറയായിട്ടാ വരിക. താത്തണോ നിങ്ങൾക്കതറിയില്ല. ഇത് കുറച്ച് അങ്ങോട്ടാക്ക കോല്. സനത് വാങ്ങിയ കുട്ടികളോട് പറയാനുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. ദീന് ഇൽമു കൊണ്ടാണ് ഇവിടെ നിലനിൽക്കുക. ഈ ഇൽമു എല്ലാവരും അല്ലാഹു തആല ഓരോരുത്തരെ തെരഞ്ഞെടുക്കുക ഒരു നേതാവായിട്ട്. ആ നേതാവിന്റെ നേതാവായി നമ്മൾ അംഗീകരിക്കണം. അല്ലാഹു തെരഞ്ഞെടുത്തത് തങ്ങളെയാണ്. ബിസ്മില്ലാ. ആരെങ്കിലും ഉണ്ടോ? 2 ലക്ഷം അതില്ലെങ്കിൽ അതിന്റെ പകുതി, 1/2 സെന്റ്. ഒരാള് പറഞ്ഞാൽ ബാക്കി ഉണ്ടാവുമായിരുന്നു റബ്ബേ. അല്ലാ, കാലുണ്ട് 50,000 റുപ്യ. നമ്മൾ അബ്ദുറഹ്മാൻ ഹാജി പടച്ചോനെ, അദ്ദേഹം വരുന്ന ഒരു സദസ്സിൽ ഒഴിവാക്കല്ല. അതും സദസ്സുകളിലെല്ലാം തരുന്ന ആളാണ് പടച്ചോനെ. അദ്ദേഹത്തിന്റെയും ഭാര്യന്റെയും അസുഖം നീ സുഖം കൊടുക്കണേ അല്ലാ. നല്ല പോലെ സുഖമാക്കി കൊടുക്കണേ അല്ലാ. ആഫിയത്തും ബർക്കത്തും. ഈ അതെല്ലാം കൊണ്ടുപോകണമെന്ന് ഇതിന്റെ ഇടയിൽ അങ്ങോട്ട് സ്റ്റേജ് കൂടെ അങ്ങനെ നടക്കൽ പറയും. പൈസ വാങ്ങുന്ന നേരം വേമേ 50,000 റുപ്യ. 100,000 100,000 കൊണ്ട് ഇപ്പോഴാവില്ല. പഴയ 100,000 അത് കഴിയാത്തവർക്ക് പദ്ധതി 10,000 റുപ്യ കുറെ ആളുകൾ തന്നവരുണ്ട്. അല്ലാഹു തആല അതെല്ലാം കബൂൽ ചെയ്യട്ടെ. ആ 10,000 റുപ്യന്റെ താഴെ കഴിയോ? കഴിയൂലേ? കഴിയൂല.
മുഹമ്മദ് അലി ഹാജി 10,000 അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. മുസ്ലിയാർ ആഗ്രഹം കൊണ്ട് പറയാ, കൊടുക്കാനാവില്ല, കൊടുക്കാനായിട്ട് പറയാം. അള്ളാഹു നീ സൂക്കേട് ശിഫയായി കൊടുക്കണേ അല്ലാ. വളരെ ക്ഷീണത്തിലാണ്, നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ചെയ്യണേ അല്ലാ. ഒരാൾ 10,000 രൂപ തആവുൻ ഫണ്ടിലേക്ക് അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. മറ്റേത് ആരും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. വേറൊരാൾ 10,000 ധാരാളം വെച്ചോളെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഒരു 10 ആളെങ്കിലും കിട്ടണം 10,000 രൂപന്റെ. അവിടെ ആരുണ്ടോ? ജമാൽ ഹാജി പഴയങ്ങാടി 10,000 സമർപ്പിക്കുക. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു തആല ഖൈറും ബർക്കത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അഷ്റഫ് 10,000 സമർപ്പിക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ സംസാരിച്ച് എന്തായാലും പിരിവില്ലാതെ പരിപാടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നടന്നാൽ പോരാ. നിങ്ങൾ പിരിവില്ലാണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കല്. അങ്ങനെയുണ്ട് ചില ആളുകൾ. ഒക്കെ ശരി തന്നെ, പ്രസംഗിച്ച് അവസാനം നോക്കുമ്പോ പിരിവില്ലാണ്ട് ഇങ്ങനെ ഉണ്ടാവത്ത്. ആകാശത്തുനിന്ന് സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് ഇറക്കലുണ്ട് ഇവിടെ. പിരിവും വേണം, കൊടുക്കുകയും വേണം, നിങ്ങൾ വാങ്ങും വേണം. ഷംറാസ് എന്ന് പറയുന്ന ആള് 10,000 രൂപ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ സുബ്ഹാനല്ലാഹ്, അബ്ദുൽ കരീം ഹാജി ഏസിയ 10,000 രൂപ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പൊ اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ അല്ലാഹ്, ഞങ്ങളുടെ ദോഷം നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മവാപ്പമാരെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാരെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. അർഹമുറാഹിമായ അല്ലാഹ്, ഞങ്ങൾ നേതാവായിരുന്ന താജുൽ ഉലമ തങ്ങളുടെ ദർജന ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. നൂറുൽ എം എ ഉസ്താദിന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണം. അവിടുത്തെ ദർജന ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. അർഹമുറാഹിമായ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ദർജന ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗം നീ ശിഫയാക്കി തരണേ അല്ലാഹ്. ലാഹിരിയും ബാത്തിനിയുമായ സർവ്വരോഗങ്ങളും ശിഫയാക്കി തരണേ അല്ലാഹ്. റഹ്മാനിമേ, ഈ സ്ഥാപനം ബഹുമാനപ്പെട്ട സയ്യിദിന്റെ നേതൃത്വത്തിൽ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന എല്ലാ ആളുകളെയും നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് വേറെ ആരോടും പറയാനില്ല, നിന്നോട് മാത്രമാണ് പറയുന്നത്. നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെയും സഹായിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചൊരിച്ചു തരണേ അല്ലാഹ്. മഴയില്ല, ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ്. മഴ വേണ്ടാത്തവരാരുണ്ടോ? ആമീൻ പറയാത്തത്. ഞങ്ങൾക്ക് മഴ വേണേ അല്ലാഹ്. ഞങ്ങൾക്ക് മഴ വേണം അല്ലാഹ്. ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് വേണം അല്ലാഹ്. ഞങ്ങൾക്ക് നീ മഴ തന്ന് സഹായിക്കണേ അല്ലാഹ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് വെള്ളം നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ ചൂട് കൊണ്ടും തണുപ്പ് കൊണ്ടും ഒരു സാധനം കൊണ്ടും വിഷമിപ്പിക്കല്ലേ അല്ലാഹ്. റഹ്മത്ത് ചൊരിച്ചു തരണേ അല്ലാഹ്. ആഫിയത്തിന് തരണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സർവ്വ രോഗികളെയും നീ ശിഫയാക്കി തരണം അല്ലാഹ്. സർവ്വരോഗികളെയും ശിഫയാക്കി തരണേ അല്ലാഹ്. എല്ലാ രോഗത്തെ തൊട്ടും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്.
ഈ സ്ഥാപനത്തെ നീ അഭിവൃദ്ധിപ്പെടുത്തണേ അല്ലാ. ഇതിനെ സഹായിക്കുന്നവർക്ക് നീ സഹായിക്കണേ അല്ലാ. ഇനി 10,000 ഇല്ലാത്തവർ കൊണ്ടെടുക്കും മക്കളെ. 5,000 മുതൽ എടുക്ക്. 1000 റുപ്യ 1000 ഉള്ളവരൊക്കെ തരി വേഗം. മെഡിക്കൽ എൻട്രൻസിന് എഴുതുന്ന ഷമ്മാസ് 10,000 റുപ്യ. അള്ളാഹു ഷമ്മാസിന് വലിയ വിജയം കൊടുക്കട്ടെ. എൻട്രൻസ് പരീക്ഷയിൽ വലിയ വിജയം കൊടുക്കട്ടെ. ആമീൻ. കാദറാജി 5,000. അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഉബൈദ് സാദി അല്ലെ സുബൈർ സാദിയോ? സുബൈർ സാദി. സുബൈർ സാദി സാർദ 5,000. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉബൈദ് 1000. അൽഹംദുലില്ലാഹ്. റഫീഖ് ബി 10,000. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. വി അബ്ദുറഹ്മാൻ നമ്മള് മുരളിയർ അഞ്ചൽ 5,000. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ താജുൽ ഉലമ തങ്ങളുടെ മൂത്ത മകൻ ബിച്ചിക്കോയ തങ്ങള് 1000 റുപ്യ. അള്ളാഹു തആല അവർക്ക് ഇസ്സത്തും ദീർഘായുസ്സൊക്കെ പ്രദാനം ചെയ്യട്ടെ. വേറൊരാൾ 1000 റുപ്യ. ജബ്ബാറാജി 1000 റുപ്യ. അങ്ങനെ 1000 ഉള്ളവരൊക്കെ നമ്മള് വളപട്ടണം തങ്ങള് നിന്റെ ശിഷ്യനും കൂടി സക്കാഫിയാണ്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. രോഗം മാറ്റിക്കൊടുക്കട്ടെ. നല്ല ഷുഗർ ഭയങ്കരമായിട്ടുണ്ട്. കച്ചവട ഷുഗറിന്റെ അള്ളാഹു തആല അത് ശിഫയാക്കി കൊടുക്കട്ടെ. 3000 റുപ്യ. ഒരാൾ 1000 റുപ്യ. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇതെത്രയാ? 1000 റുപ്യ. ഹൈദറൂസ് തങ്ങള് 1000 റുപ്യ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ഭർത്താവിന്റെ അസുഖം മാറാൻ ഒരു പെണ്ണ് 500 രൂപ. അള്ളാഹു തആല അത് ശിഫയാക്കി കൊടുക്കട്ടെ. ആമീൻ. ഒരാൾ 1000 റുപ്യ. അള്ളാഹു തആല സുഖാക്കട്ടെ. എല്ലാവരും തല കുൽക്കാനും ഉഷാറാ. പൈസ തരാൻ ആരും കാണുന്നില്ല. ഒരു സഹോദരൻ 500 റുപ്യ. അല്ല 1000. അല്ലാ. ഇനി അത് പ്രസംഗിക്കാറുള്ളൂ. നമ്മൾ കാബിൽ സക്കാഫി ഹക്കീം 1000 റുപ്യ. യുനാനി ഹക്കീമാണ് പറയുക. ഒരാളെ 1000 റുപ്യ. അൽഹംദുലില്ലാഹ്. ഒരു സഹോദരൻ പി കെ അബൂബക്കർ മുസ്ലിയാർ 1000 റുപ്യ. അള്ളാഹു സുഖാക്കട്ടെ. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. ഒരു പ്രവർത്തകന്റെ ഭാര്യ